ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കുവൈറ്റിന്റെ വിവിധ ഭാഗങ്ങളിലായി 552 വ്യക്തികളുടെ താമസവിലാസങ്ങൾ റദ്ദാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചതായി പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷൻ അറിയിച്ചു. പ്രോപ്പർട്ടി ഉടമയുടെ അപേക്ഷ പരിഗണിച്ചാലോ അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്ത വിലാസത്തിൽ കെട്ടിടം ഇല്ലെന്ന് പരിശോധനയിൽ കണ്ടെത്തിയതിനെ തുടർന്നോ ആണ് അഡ്രസ്സുകൾ റദ്ദാക്കിയതെന്നും അധികൃതർ വ്യക്തമാക്കി. പബ്ലിക് അതോറിറ്റിയുടെ തീരുമാനം സർക്കാർ ഗസറ്റായ കുവൈറ്റ് അൽ-യൗം വഴി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ഇവിടെയുള്ള താമസക്കാർക്ക് പുതിയ കെട്ടിടങ്ങളിലേക്ക് മാറാനും അവിടുത്തെ അഡ്രസ് ഉടൻ തന്നെ പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷനിൽ രജിസ്റ്റർ ചെയ്യാനുമാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് ലഭിച്ച തീയതി മുതൽ 30 ദിവസത്തിനുള്ളിൽ ഒരു പുതിയ വിലാസം രജിസ്റ്റർ ചെയ്യുന്നതിന് ഈ വ്യക്തികൾ അതോറിറ്റിയുടെ ആസ്ഥാനത്തെത്തണമെന്നാണ് പുതിയ നിർദ്ദേശം. താമസവിലാസം സാധൂകരിക്കുന്നതിന് ആവശ്യമായ വാടക കരാർ രേഖകൾ ഉൾപ്പെടെയുള്ളത് സമർപ്പിച്ചാൽ മാത്രമേ നടപടിക്രമങ്ങൾ പൂർണ്ണമാവുകയുള്ളൂ എന്നും അധികൃതർ വ്യക്തമാക്കി. സൗദി അറേബ്യയിൽ ബിനാമി സ്ഥാപനങ്ങളെക്കുറിച്ച് രഹസ്യവിവരം നൽകുന്നവർക്ക് വൻതുക പാരിതോഷികം സൗദി വാണിജ്യ മന്ത്രാലയം പ്രഖ്യാപിച്ചു. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്തപ്പെടുന്ന ബിനാമി ഇടപാടുകാരനെതിരെ ചുമത്തപ്പെടുന്ന പിഴയുടെ 30% വിവരം നൽകിയ വ്യക്തിക്കോ സ്ഥാപനത്തിനോ നൽകുമെന്നാണ് പുതിയ പ്രഖ്യാപനം. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ബിനാമി ഇടപാട് ശരിയാണെന്ന് തെളിയിക്കപ്പെട്ടാൽ ഉടൻ പിഴയുടെ 30% വിവരം നൽകിയയാൾക്ക് കൈമാറുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. നിലവിൽ ബിനാമി ഇടപാടുകളുടെ പേരിൽ പിടിക്കപ്പെടുന്ന സ്ഥാപനത്തിനും വ്യക്തിക്കുമെതിരെ 10 ലക്ഷം റിയാൽ പിഴ ചുമത്താനാണ് വാണിജ്യ മന്ത്രാലയത്തിന്റെ തീരുമാനം. ഇതനുസരിച്ച് 30% 3 ലക്ഷം റിയാൽ വിവരം നൽകിയ വ്യക്തിക്ക് പാരിതോഷികമായി ലഭിക്കും. രാജ്യത്തെ വാണിജ്യ സ്ഥാപനങ്ങൾ അംഗീകൃത മാർക്കറ്റ് നിയമങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിലൂടെ ബിനാമി ഇടപാടുകളുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ കുറയ്ക്കുന്നതിനുള്ള പദ്ധതിയുടെ ഭാഗമായാണ് നടപടി. മന്ത്രാലയം ആരംഭിച്ച പുതിയ സേവനം വിശദീകരിച്ചുകൊണ്ട് ഫെഡറേഷൻ ഓഫ് സൗദി ചേംബേഴ്സ് രാജ്യത്തുടനീളമുള്ള എല്ലാ ചേംബർ ഓഫ് കൊമേഴ്സിനും സർക്കുലർ നൽകി. റിപ്പോർട്ടിങ്ങിനായി നിലവിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ വെബ്സൈറ്റ് പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. ഇതിലൂടെ ബിനാമി ഇടപാടുകൾ റിപ്പോർട്ട് ചെയ്യുന്ന രീതികളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ഉൾപ്പെടുന്നതാണ് സർക്കുലർ. മന്ത്രാലയത്തിന്റെ പുതിയ സേവനത്തെക്കുറിച്ചും ഇതെങ്ങനെ ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചും സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങളെ ബോധവൽക്കരിക്കേണ്ടതിന്റെ പ്രാധാന്യവും സർക്കുലറിൽ പറയുന്നുണ്ട്. ഒരു സൗദി നിക്ഷേപകന്റെ പേര്, ലൈസൻസ്, വാണിജ്യ രജിസ്ട്രി എന്നിവ ഉപയോഗിച്ച് സൗദി പൗരനല്ലാത്ത വ്യക്തിക്ക് സ്ഥാപനം തുടങ്ങാൻ അനുവാദം നൽകുന്നതും ബിനാമി ഇടപാടിന്റെ പരിധിയിൽ വരുമെന്ന് വാണിജ്യ മന്ത്രാലയം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇനി മുതൽ കുവൈറ്റിലെ റോഡുകളിൽ വാഹനമോടിക്കുന്നവർ കൂടുതൽ ജാഗ്രത പാലിക്കണം. കാരണം ട്രാഫിക് നിയമങ്ങൾ ലംഘിക്കുന്നവരെ തിരഞ്ഞുപിടിക്കാൻ പുതിയ റഡാർ സാങ്കേതികവിദ്യ കുവൈറ്റ് ഇതിനോടകം നടപ്പിലാക്കി കഴിഞ്ഞു. രാജ്യത്ത് റോഡ് സുരക്ഷ വർദ്ധിപ്പിക്കുകയും അശ്രദ്ധമായ ഡ്രൈവിംഗ് തടയുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം അത്യാധുനിക റഡാർ സാങ്കേതിക വിദ്യയുള്ള പുതിയ പെട്രോൾ സംവിധാനം ആരംഭിച്ചത്. നിയമലംഘകരെ പിടികൂടാനും ട്രാഫിക് നിയമങ്ങൾ കൂടുതൽ ഫലപ്രദമായി നടപ്പിലാക്കാനും ഈ സംരംഭത്തിലൂടെ സാധിക്കുമെന്നും ഇത് രാജ്യത്തെ പൊതു റോഡുകളെ കൂടുതൽ സുരക്ഷിതമാക്കാനുള്ള ഏറ്റവും വലിയ ചുവടുവെപ്പാണെന്നും ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. പുതിയ റഡാർ ഘടിപ്പിച്ച പട്രോളിംഗ് ട്രാഫിക് നിയമങ്ങൾ ശക്തമായി നടപ്പിലാക്കുന്നതിനുള്ള കുവൈറ്റിന്റെ കഴിവുകൾ കൂടുതൽ ഊർജിതമാക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. മന്ത്രാലയത്തിന് കീഴിലെ ഓപ്പറേഷൻസ് ഡിപ്പാർട്ട്മെന്റ് അടുത്തിടെ വിവിധ റിംഗ് റോഡുകളിലും എക്സ്പ്രസ് വേകളിലും ഈ നൂതന റഡാർ സംവിധാനത്തോടെയുള്ള പട്രോളിങ്ങുകളുടെ ഫീൽഡ് ടെസ്റ്റ് നടത്തിയിരുന്നതായി മന്ത്രാലയം വൃത്തങ്ങളെ ഉദ്ധരിച്ച് അൽ ജരീദ പത്രം റിപ്പോർട്ട് ചെയ്തു. മുമ്പ് കുരങ്ങ് ജ്വരം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന എംപോക്സ് രോഗം ഒമാനിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ഒമാൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. വൈറസ് വ്യാപനവുമായി ബന്ധപ്പെട്ട സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ലോകരാജ്യങ്ങളിൽ രോഗം വ്യാപിക്കുകയാണെന്ന റിപ്പോർട്ടുകൾ വരുമ്പോഴും ഒമാനിൽ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു. എംപോക്സ് കേസുകൾ പൊതുജന ആരോഗ്യത്തിന് ഭീഷണിയാണെന്ന ലോകാരോഗ്യ സംഘടനയുടെ അടുത്തിടെയുള്ള പ്രഖ്യാപനത്തെ തുടർന്ന് രാജ്യത്ത് മുൻകരുതൽ നടപടികൾ ശക്തമാക്കിയതായും അധികൃതർ അറിയിച്ചു. രോഗം തിരിച്ചറിയാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഒമാനിൽ സജ്ജമാണ്. ആവശ്യമായ പരിശോധനകൾ നടത്താനുള്ള ലാബുകളും തയ്യാറായി നിൽക്കുകയാണ്. ഈ പകർച്ചവ്യാധിയെ സൂക്ഷ്മമായി നിരീക്ഷിക്കാനും നടപടികൾ സ്വീകരിക്കാനും ഒമാൻ ലോകാരോഗ്യ സംഘടനയുമായും മറ്റ് ബന്ധപ്പെട്ട ആരോഗ്യ സംഘടനകളുമായും സഹകരിച്ചു വരികയാണ്. അതിനിടെ ലോകരാജ്യങ്ങളിൽ അപകടകരമായ രീതിയിൽ രോഗം പടരുന്നുണ്ട്.
എംപോക്സ് രോഗം കണ്ടെത്തിയ കോങ്കോ റിപ്പബ്ലിക്കിലും മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളിലും ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്നു. 1 ഡസനിലധികം രാജ്യങ്ങളിലേക്ക് രോഗം പടർന്നിട്ടുമുണ്ട്. വൈറസുകൾ അതിവേഗം പടരുമെന്നും മുതിർന്നവരിലും കുട്ടികളിലുമെല്ലാം രോഗം വ്യാപിപ്പിക്കുകയും ചെയ്യും. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ 500-ലധികം മരണങ്ങളാണ് രോഗം മൂലമുണ്ടായത്. അടുത്തിടെ സ്വീഡൻ, പാകിസ്ഥാൻ എന്നിവിടങ്ങളിലും വൈറസ് സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തിരുന്നു. രോഗത്തിന്റെ പുതിയ വകഭേദം വളരെ പെട്ടെന്ന് മറ്റുള്ളവരിലേക്ക് പടരുന്നതാണ്. രോഗം ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് തൊലികൾ സ്പർശിക്കുന്നതിലൂടെയോ ലൈംഗിക ബന്ധത്തിലൂടെയോ സംസാരത്തിലൂടെയോ പകരുമെന്നാണ് അധികൃതരുടെ വിശദീകരണം. യൂറോപ്യൻ രാജ്യങ്ങളിലെ ആരോഗ്യ അധികൃതരും രോഗം റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിൽ യാത്ര ചെയ്യുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ആരോഗ്യവും സുരക്ഷയും ഉറപ്പാക്കുന്നതിനായി മസ്കറ്റിലെ ജ്യൂസ് കടകൾക്ക് മസ്കറ്റ് മുനിസിപ്പാലിറ്റി മാർഗനിർദ്ദേശങ്ങൾ നൽകി. കടയും പരിസരവും കൂടാതെ ജ്യൂസിനായുള്ള ഉപകരണങ്ങൾ ശുചിത്വമുള്ളതും സദാസമയം വൃത്തിയുള്ളതുമായിരിക്കണം. മാലിന്യ നിർമ്മാർജ്ജനവും അതിനായുള്ള സംവിധാനവും നിർബന്ധമാണ്. ജ്യൂസ് നിർമ്മിക്കാൻ ആവശ്യമായ പഴങ്ങൾ സൂക്ഷിക്കാനായി സുരക്ഷിതമായ സ്റ്റോറേജുകൾ ഉണ്ടായിരിക്കണം. ഉപയോഗപ്രദമല്ലാത്ത പഴങ്ങൾ എത്രയും വേഗം നീക്കം ചെയ്യണം. കടകളിലെ പ്രവർത്തനങ്ങൾക്ക് മതിയായ സ്ഥലവും ആവശ്യമായ ഉപകരണങ്ങളും ഉണ്ടായിരിക്കണം. ജീവനക്കാർ കയ്യുറകൾ ധരിച്ചിരിക്കണം എന്നിവയാണ് മുനിസിപ്പാലിറ്റി പുറത്തിറക്കിയ മാർഗനിർദ്ദേശങ്ങൾ. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് സലാല അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ശനിയാഴ്ച രാത്രി വിവിധ വിമാന സർവീസുകൾ വൈകി. രാത്രി 9:55 മസ്കറ്റിലേക്ക് പുറപ്പെടേണ്ടിയിരുന്ന സലാമെയർ പുലർച്ചെ 12:26 പുറപ്പെട്ടത്. ഒമാൻ എയർ വിമാനങ്ങളും ഖത്തർ എയർവേസും പുറപ്പെടാൻ വൈകി. വിമാനങ്ങൾ വൈകി എത്തിച്ചേർന്നതാണ് അവ പുറപ്പെടുന്നതിന് താമസിക്കാൻ കാരണമായത്. ഇതിനാൽ പല വിമാനങ്ങളും വഴി തിരിച്ചുവിടുകയും ചെയ്തു. രാത്രി 11:45 ഫ്ലൈനാസ് വിമാനം കൃത്യസമയത്ത് എത്തിയതോടെയാണ് സാധാരണ നിലയിൽ സർവീസുകൾ പുനരാരംഭിച്ചത്. പ്രതികൂല കാലാവസ്ഥ കാരണം സലാല അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ സർവീസുകൾ താൽക്കാലികമായി തടസ്സപ്പെട്ടതിനാൽ സലാലയ്ക്കും മസ്കറ്റിനും ഇടയിലെ ഷെഡ്യൂൾ ചെയ്ത എല്ലാ വിമാനങ്ങളും കാലതാമസം നേരിട്ടതായും ഇതുമൂലം യാത്രക്കാർക്കുണ്ടായ അസൗകര്യത്തിൽ ക്ഷമ ചോദിക്കുന്നതായും ഒമാൻ എയർ പ്രസ്താവനയിൽ അറിയിച്ചു. ഒമാനിൽ ഇന്നു മുതൽ ബുധനാഴ്ച വരെ മഴയും ശക്തമായ കാറ്റും ഉണ്ടാകാൻ സാധ്യതയുള്ളതായി സിവിൽ ഏവിയേഷൻ അതോറിറ്റി പുറപ്പെടുവിച്ച കാലാവസ്ഥാ മുന്നറിയിപ്പിൽ പറയുന്നു. കടൽ പ്രക്ഷുബ്ധമാകാനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. അറബിക്കടലിൽ രൂപപ്പെടുന്ന ഉയർന്ന ന്യൂനമർദ്ദമാണ് മഴയ്ക്ക് കാരണം. ഒമാനിലെ എല്ലാ ഗവർണറേറ്റുകളിലും മേഘാവൃതമായ അന്തരീക്ഷമായിരിക്കും. പല ഭാഗങ്ങളിലും ഒറ്റപ്പെട്ട മഴയ്ക്കും സാധ്യതയുണ്ട്. വടക്കൻ ഷെർക്കിയ, തെക്കൻ ഷെർക്കിയ, ദാഖ്ലിയ, അൽവുസ്ത, ദോഫാർ, മസ്കറ്റിന്റെ ചില ഭാഗങ്ങൾ, തെക്കൻ ബാത്തിന, ദാഹിറ, അൽ ഹജർ പർവ്വതനിരകൾ എന്നിവിടങ്ങളിലാണ് മഴ പെയ്യാൻ കൂടുതൽ സാധ്യത. ന്യൂനമർദ്ദം കാരണം തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിൽ 15 മുതൽ 45 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കും. മഴ കാരണം പല ഭാഗങ്ങളിലും വാദികൾ രൂപപ്പെടാനും സാധ്യതയുണ്ട്. മണിക്കൂറിൽ 28 മുതൽ 65 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. ശക്തമായ കാറ്റിൽ പൊടിപടലങ്ങൾ ഉയർന്നു പൊങ്ങുന്നത് കാരണം കാഴ്ചപരിധി കുറയുമെന്നതിനാൽ വാഹനമോടിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പിൽ സൂചിപ്പിക്കുന്നു.